വെള്ളത്തിലും കരയിലും ഒരുപോലെ ഓടുന്ന ഒരു വാൻ. പെരുമ്പാവൂർ വല്ലം സ്വദേശിയായ ജെയിൻ രാജാണ് ഇങ്ങനൊരു വാൻ ഉണ്ടാക്കിയത്. നമ്മളൊക്കെ വളരെ കണ്ടിട്ടുള്ള ഒമ്നിയിൽ നിന്നാണ് ഈ രണ്ടിടങ്ങളിലും സഞ്ചരിക്കുന്ന അത്ഭുത വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ കരയിലും വെള്ളത്തിലും ഓടുന്ന വാഹനങ്ങൾ അത്യപൂർവമായി മാത്രമേ നാം കണ്ടിട്ടുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു വാട്ടർ വാൻ ഒരു നാട്ടിൻപുറത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വാട്ടർ വാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ 2018 പ്രളയം ഉണ്ടല്ലോ. ചില സ്ഥലത്ത് വെള്ളമേറിയില്ല, ചില സ്ഥലത്ത് വെള്ളമേറി. അപ്പോൾ ഈ വഞ്ചി കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അന്ന് മനസ്സിൽ കൺസെപ്റ്റ് വന്നതാണ്. അങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്തതാണ്. പിന്നെ എനിക്ക് ട്രാവലിങ്ങിനോട് അതിയായ ആഗ്രഹമാണ്. അതായത് 4 വീലർ വണ്ടി വാഹനങ്ങളും ഓഫ് റോഡും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പുഴക്കടെ പോകാം, പാറയക്കടെ കയറ്റി ഓഫ് റോഡും അടിപൊളിയല്ല. ഓട്ടോവാൻ്റെ പ്രത്യേകത ഇത് 65 HP സെന്നിൻ്റെ എഞ്ചിനാണ് കയറ്റിയാണ്. അതായത് ഒമിനി കട്ട് ചെയ്ത് 5 ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പോൾ ഇതിന് നമുക്ക് ജെറ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ജെറ്റ്, നമ്മൾ ജെറ്റ് സ്കിക്ക് വെക്കണേ. അതായത് വെള്ളം എടുത്ത് വാഹി പ്രഷറിൽ തള്ളാണല്ലോ. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. നല്ല സ്പീഡിൽ പോകും, ഒഴുക്കത്തൊക്കെ നല്ല സ്പീഡിൽ പോകും. പക്ഷെ നമുക്കത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു 6.5 HP പ്രൊപ്പലർ വെച്ചാണ്. അതാണ് അതിൻ്റെ സ്പീഡ്. ഒരു സാധാരണ ബോട്ടിൻ്റെ സ്പീഡുള്ളൂ. ഞാൻ ഇന്ത്യൻ ആർമിയോട് കടുത്ത ആരാധകനാണ്. കടുത്ത ആരാധന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം അവരെ. ആർമി പോകണമെന്ന് ആഗ്രഹമായിരുന്നു. നമ്മള് 10 ഫെയിൽഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കഴിഞ്ഞില്ല. ചെറിയ മിനിയേച്ചർ ലോറികളൊക്കെ ഉണ്ടാക്കും. 10 വയസ്സായപ്പോൾ തുടങ്ങി. പിന്നെ ഞാൻ ഒരു എയർപോർട്ട് ഉണ്ടാക്കി. നിർമ്മാണ ചെലവ് നമ്മൾ സ്ക്രാപ്പ് ഒരു ഒമിനിയായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് പുതിയ ഷീറ്റ് വെച്ച് നമ്മൾ വഞ്ചിയുടെ ടൈപ്പില്ലേ അതേ ടൈപ്പാക്കി. അപ്പം നമുക്ക് മൊത്തം ചിലവ് എഞ്ചിനും അത് സെക്കൻഡായി സെന്നിൻ്റെ എഞ്ചിനാണ്. നമുക്കൊരു 1 ലക്ഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. ഈ ഗിയർ ബോക്സിൽ തന്നെ ജിപ്സിയുടെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ട് ആക്സിൽ കൊടുക്കാം. ആക്സിൽ ഇരിക്കേണ്ട നിലവിൽ അത് കൊടുക്കുക 4 വീൽ ഡ്രൈവ് ആകാം. അപ്പോൾ നമുക്ക് ഏത് ടെറൈനിലും ഓടിക്കാം. പിന്നെ ജെറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രളയമല്ല എന്ത് സാഹചര്യത്തിൽ ഇത് ഓടിക്കാം. അത് അത്യന്തം അവർക്ക് ഉപകാരപ്പെടും. കാരണം ഇപ്പോൾ അവർക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ അവർ വെഹിക്കിളിൽ വന്നിട്ട് പിന്നെ ബോട്ടിലെടുത്ത് അവർക്ക് പോകണം. ഇതുപോലുള്ള വാഹനങ്ങളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കാം. അത് നമുക്ക് ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഈ ഒമിനി അത്ര ചെറിയ വണ്ടിയാണല്ലോ. ഇതോടെ വലിയ വണ്ടി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. എനിക്ക് ഇനി ഒരു സബ്മറീൻ ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമാണ്. അത് ഇതിൻ്റെ പരീക്ഷണം നടത്തണം. സബ്മറീൻ, ചെറിയ സബ്മറീൻ, എനിക്ക് കയറാവുന്ന സബ്മറീൻ. അതിൻ്റെ ഓക്സിജൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചെയ്യണം. പിന്നെ ഒരു കോപ്റ്റർ ഉണ്ടാക്കാൻ അതിയായ ആഗ്രഹമാണ്. കോപ്റ്റർ ഉണ്ടാക്കിയാലും ഇവിടെ പറപ്പിക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ആഗ്രഹം വലുതാ. നമ്മള് ആകാശത്തോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ. ജെയിൻ പറഞ്ഞ പോലെ കുന്നോളം ആഗ്രഹിച്ചെങ്കിലേ ഒരു കുന്നിക്കുരുവോളമെങ്കിലും കിട്ടുകയുള്ളൂ. ആ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കാണുന്ന വാട്ടർ വാൻ. ക്യാമറമാൻ മൽഘോഷിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ജെയിൻ്റെ വാക്കുകൾ ഇങ്ങനെ രസമായി കേട്ടിരിക്കുകയായിരുന്നു. എന്തൊരു ആവേശമാണല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആവേശം. ഇന്ത്യൻ സേനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം. സബ്മറീൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ ആൾ നല്ല ഒരു പുലിക്കുട്ടിയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ഇദ്ദേഹം ഒരു കുടുംബനാഥൻ കൂടിയാണ്. അതായത് 2 കുട്ടികളും ഭാര്യയും അടക്കമുണ്ട്. അപ്പോൾ അതിനിടയിൽ ആണ് ഇത്തരത്തിലുള്ള ഈ കൗതുകകരമായുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇദ്ദേഹം 10ാം ക്ലാസ് ഫെയിലാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇയാൾക്ക് കൂടുതലും ഈ കണ്ടുപിടുത്തങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിച്ചതും. അങ്ങനെ ആദ്യഘട്ടത്തിൽ മിനിയേച്ചറുകളൊക്കെ രൂപകൽപ്പന ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വാൻ. അത് പ്രധാനമായിട്ടും പറയാൻ ഇങ്ങനെ ഒരു വാൻ ഉണ്ടാക്കാൻ കാരണം 2018 പ്രളയം അത് ഈ ജെയിനെയൊക്കെ ബാധിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് അതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട്
ഒരു എന്തെങ്കിലും തയ്യാറാക്കണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കരയിലും വെള്ളത്തിലും കൂടി ഓടുന്ന ഇത്തരത്തിലൊരു വാട്ടർ വാൻ എന്ന ഒരു സങ്കല്പം അദ്ദേഹം രൂപകൽപ്പന ചെയ്തെടുത്തു. ഇതൊരു ചെറിയൊരു സംവിധാനമാണ്, പക്ഷേ ജെയിനിൻ്റെ ആശയം വലുതാണ്. ജെയിൻ പറയുന്നത് ജെറ്റ് ഘടിപ്പിക്കുകയാണെങ്കിൽ നിലവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് ഉപയോഗിക്കാനാകും. നിലവിലത് കെട്ടിവലിച്ചാണ് റോട്ടിലൂടെ കൊണ്ടുവരുന്നത്. കാരണം റോഡിലൂടെ ഓടിക്കാൻ മറ്റ് ലൈസൻസും മറ്റ് കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഈ വെള്ളത്തിലേക്ക് ജിപ്സി വഴി കെട്ടിവലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ജസ്റ്റ് ഓടിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വെള്ളത്തിലേക്ക് മാത്രം. ശരി, എന്തായാലും നമ്മുടെ MVD കണ്ടാലും എന്താണെങ്കിലും തീരുമാനം എടുക്കാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യൻ്റെ അല്ലേ പരീക്ഷണങ്ങളിലുള്ള അഭിനിവേശമാണ് ആ ഒരു എന്താ പറയുക, നല്ലൊരു ആവേശത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി ശ്യാം.